ഇതാണ് കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസ്. ലൈസൻസ് ഈ രൂപത്തിൽ നൽകിയാൽ മതിയോ? എന്താണ് ഈ ലൈസൻസ് കയ്യിൽ കൊണ്ടു നടക്കാൻ ചിലർക്കെങ്കിലും മാനക്കേട് തോന്നുന്നത്? ലൈസൻസ് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് നൽകുന്നതിന് പകരം സ്മാർട്ട് കാർഡ് രൂപത്തിലാക്കിക്കൂടെ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഓൾ കേരള ഡ്രൈവർ ചങ്ക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ 14 ജില്ലകളിലും RTOമാർക്ക് ഒരു നിവേദനം നൽകി. ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് രൂപത്തിലാക്കി നൽകണമെന്നാണ് അംഗങ്ങളുടെ അഭ്യർത്ഥന. കാരണങ്ങളും ഭാരവാഹികൾ വ്യക്തമായി പറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം ഇത് വെറും ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. അതിലെ പ്ലാസ്റ്റിക് പൊതിഞ്ഞാണ് ഇപ്പം നിലവിൽ ഇത് തന്നിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും ഇത് നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ പേപ്പർ ഈ വൈൻഡിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വെള്ളം കയറി ഇത് നഷ്ടപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ഇതേ രൂപത്തിൽ ഒരു ലൈസൻസാണ് കാർഡാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പല ചങ്കുകളും നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്നവരുണ്ട്. അവർ പല സംസ്ഥാനങ്ങളിൽ പോകുന്നവരുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഈ ലൈസൻസ് കാണിക്കുമ്പോൾ അവരോടും വളരെ മോശമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. സർക്കാരിനോട് പറയാനുള്ളത് എത്രയും വേഗം തന്നെ നമ്മുടെ ഈ പഴയ കാർഡ് മാറ്റി നല്ല പുതിയൊരു കാർഡ് സ്മാർട്ട് കാർഡ് രൂപത്തിൽ നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഹെവി വാഹനങ്ങളുമായി പോകുന്ന ഡ്രൈവർമാർക്കാണ് നിലവിലെ ലൈസൻസ് പ്രശ്നമാകുന്നത്. ലൈസൻസ് നഷ്ടപ്പെട്ടാൽ അപേക്ഷയൊക്കെ നൽകി പുതുക്കി കിട്ടുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ലൈസൻസിൽ അടിച്ചു വയ്ക്കും. ഇതും അന്യ സംസ്ഥാനത്തെത്തുമ്പോൾ ഡ്രൈവർമാരുടെ കീശ കാലിയാക്കുന്നതിന് കാരണമാകുന്നു. ലൈസൻസ് സ്മാർട്ട് കാർഡ് രൂപത്തിൽ തന്നെ ആക്കണമെന്നാണ് AKDC നേതാക്കളായ ഹാരിസ് വെട്ടിപ്പുറം, ഇക്ബാൽ അത്തിമൂട്ടിൽ, സതീഷ് കടമനിട്ട, CC ഗോപാലകൃഷ്ണൻ എന്നിവരുടെ അഭ്യർത്ഥന. നിലവിൽ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ലൈസൻസിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സാധനമാണ്. കാരണം നമ്മൾ സാധാരണ ഒരാൾ ലൈസൻസ് എടുക്കുമ്പോൾ 10,000 മുടക്കി സ്കൂളിൽ പോയി പഠിച്ച് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം കൊടുത്ത് അതുപോലെ തന്നെ 1000 RTO ഓഫീസിലും അടച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് തരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണത്. നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റാണ്. നമ്മളൊരു തൊഴിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. ആ സർട്ടിഫിക്കറ്റാണ് വളരെ ക്വാളിറ്റി ഇല്ലാത്തൊരു പേപ്പറിൽ ഒരു പ്ലാസ്റ്റിക് ലാമിനേറ്റം ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ നമ്മുടെ ആ ഒരു പഠിച്ചതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. ഗൾഫ് നാടുകളിൽ ചെറിയ വാഹനങ്ങൾ ഓടിക്കാൻ ലൈസൻസ് കരസ്ഥമാക്കുന്നതിന് നാട്ടിലെ ലൈസൻസ് ആദ്യപടിയായി കാണിക്കാവുന്നതാണ്. നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഗൾഫ് നാടുകളിൽ ലൈസൻസ് കരസ്ഥമാക്കാൻ കടമ്പകൾ കുറച്ച് കടന്നാൽ മതി. മറ്റ് സംസ്ഥാനക്കാർ സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് അവിടെ ഹാജരാക്കുമ്പോൾ മലയാളികൾ ലാമിനേറ്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കേണ്ടി വരുന്നത് ലജ്ജാകരമാണെന്നും AKDC നേതാക്കൾ പറയുന്നു. ഡാമേജ് ആകാനുള്ള സാധ്യത നമ്മൾ മറ്റുള്ള സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്ന പോലെയല്ല. ഇത് നമ്മൾ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഒരു ഡ്രൈവർ എപ്പോഴും ലൈസൻസ് കയ്യിൽ കരുതണം, ഒറിജിനൽ ലൈസൻസ് തന്നെ. ഇത് പലയിടത്തും എടുത്ത് കാണിക്കേണ്ടി വരും, പലയിടത്തും രേഖകളായിട്ട് കാണിക്കേണ്ടി വരും. ഇത് സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിൽ കൂടെ ഈ ലാമിനേറ്റ് ചെയ്തത് ഇളകിപ്പോവുകയാണ്. ഇളകിപ്പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മഴ നമ്മൾ ജസ്റ്റ് നനഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറും. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ആ ഉപയോഗിക്കാൻ കൊള്ളത്തില്ലാത്ത സാധനം നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ഏത് സാധനം നഷ്ടപ്പെട്ടു പോയാലും. പക്ഷെങ്കിൽ അത് അവിടെ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഒരു നോട്ടറിയുടെ അഫിഡവിറ്റ് കൊണ്ടുപോയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്തെടുത്ത് നോട്ടറിയുടെ അഫിഡവിറ്റ് കൊണ്ടുപോയി RTO ഓഫീസിൽ ഹാജരാക്കി പഴയ ലൈസൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഹാജരാക്കിയാണ് അത് എടുത്ത് ലൈസൻസ് ഒറിജിനൽ തന്നെ, പക്ഷേ അതിൻ്റെ പുറകിൽ ഡ്യൂപ്ലിക്കേറ്റ് നടിച്ചാണ് വരുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് നടിക്കുന്നത് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഡ്രൈവർമാർക്കുണ്ടാകുന്നത്. AKDC ചാരിറ്റബിൾ ട്രസ്റ്റിലെ പല അംഗങ്ങളും നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്നവരും ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നവരും അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്നവരാണ്. ആ പോകുന്നവർക്ക് പല സംസ്ഥാനങ്ങളുടെയും ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ യഥാർത്ഥ രേഖകൾ കാണിക്കണം. ആ കാണിക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് ചോദിക്കും. ലൈസൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് നടിച്ചേക്കുന്ന കാണുമ്പോൾ അവർ പറയുന്നു ഒറിജിനൽ കാണിക്കുക, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അപ്പോൾ ഇത് ഒറിജിനലാണെന്ന് നമ്മളവിടെ സമർത്ഥിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ഫൈൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം. അത് 10,000-2,000 ചോദിച്ച് നമ്മൾ വളരെ നമ്മുടെ കയ്യിലില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 500 രൂപയിലും മിനിമം കൊടുക്കാൻ നമുക്ക് അവിടെ നിന്ന് കടന്നു പോകാൻ പറ്റത്തില്ല. ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസാണ്. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, അതായത് മറ്റുള്ള തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സ്മാർട്ട് കാർഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെളി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അവിടെ ഒരിടത്തൊരു ഹാജരാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടുകാരനും കേരളക്കാരനും ഒരുമിച്ച് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് സ്മാർട്ട് കാർഡാണ്. പക്ഷേ നമ്മുടെ ലൈസൻസ് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കാറുണ്ടെന്ന്. ലൈസൻസ് അതുപോലെ വാഹനത്തിൻ്റെ RC ബുക്ക്, അത് ഒരു ഡ്രൈവറിൻ്റെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്.
അത് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി തന്നെ വേണം ഈ ഗവൺമെൻറ് നമുക്ക് തരേണ്ടത്. സർക്കാർ തങ്ങളുടെ അഭ്യർത്ഥന അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് വലിയ വാഹനങ്ങളുമായി പോകുന്ന ഡ്രൈവർമാരാണ് കേരളത്തിൽ നൽകുന്ന ലൈസൻസിൻ്റെ നിലവാരമില്ലായ്മ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇക്കാരണത്താൽ സ്മാർട്ട് കാർഡ് രൂപത്തിൽ കേരളത്തിൽ ലൈസൻസ് വിതരണം ചെയ്യണം എന്നാണ് ഏവരുടെയും ആവശ്യം. ക്യാമറമാൻ അജി കൊടുമണ്ണൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.